എന്തിട്ട് പരിപാടി മക്കളെ ഒന്നും പറയണ്ട കേട്ടാ. നമുക്ക് വെളുത്ത് തുടിച്ച് തടിച്ചുട്ടാകെ കളറൊക്കെ വെച്ച് കണ്ടില്ലേ. ഒരു മാസം പറയും ഈ റൂമിലാ. പുറത്തേക്ക് ഇറങ്ങി നടന്നില്ല. ഇന്നലെയാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് മക്കളൊന്നും പറയണ്ട. ഞാൻ കൊൽക്കത്തയിൽ വന്നിട്ട് ഇപ്പോൾ എത്ര ഒരു മാസം ആയിട്ടില്ല. ഒരു മാസം ആവാറായി ഏകദേശം. എന്തൊക്കെ എന്താ വെച്ചാൽ ഞാൻ കൊൽക്കത്തയിൽ വന്നിട്ട് നടന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവൻ്റെ റൂമാണിത്. ഇവൻ്റെ ഫ്ലാറ്റാണ്. 3 റൂമുണ്ട്. വേറെ 2 ആൾ 3 റൂമിൽ ഓരോരുത്തർ വെച്ചിട്ട് 3 ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നു. ഒരു 3 ദിവസമൊക്കെ ഇവിടെ അടിച്ചു പൊളിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഹൗറ ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ, മറ്റേ വിക്ടോറിയ മെമ്മോറിയൽ, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി. 3 ദിവസം അവിടെ നിന്നിട്ട് 4-ാം ദിവസം ഞാൻ അവിടെ നിന്ന് പോയിട്ട് നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ആകെ 20 കിലോമീറ്റർ ഉണ്ടല്ലോ കേട്ടോ ഇവിടുന്ന് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അങ്ങോട്ട് പോയി. അവിടെ ഒരു സ്ഥലത്ത് ചെറിയ റേറ്റിൽ റൂമൊക്കെ കിട്ടിയപ്പോൾ സൈക്കിൾ വെക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെറിയ സ്ഥലത്ത് റൂം അഡ്ജസ്റ്റ്മെൻറ്റിൽ കിട്ടിയപ്പോൾ അവിടെ പോയിട്ട് സൈക്കിളും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു 4 മണി 5 മണിയാകുമ്പോൾ അവിടുത്തെ കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടി പോയതാ. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ പോയിട്ട് അവിടെയൊക്കെ നടന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അവിടെയുള്ള കാണാനുള്ളതൊക്കെ നടന്നിട്ട് പോകാൻ വിചാരിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ അടിയിൽ മാർക്കറ്റ് പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ കാണാൻ പോയതാ. അപ്പോൾ ഇറങ്ങണോടത്ത് ഫുൾ തിരക്കാട്ടോ. ഗംഭീര തിരക്കാ. ചവിട്ടുപൊടി നോക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഞാൻ ചവിട്ടുപൊടി ഇറങ്ങിയത് ഓർമ്മയുള്ളൂ. കാലിങ്ങനെ ചവിട്ടി വയ്ക്കണ കാലിങ്ങനെ ഒറ്റ മടങ്ങിയിട്ട് ഒറ്റ വീഴ്ച അവിടെ. ആ വീണ കഴിക്കുന്ന കിടക്കുന്നുള്ളൊരു സൗണ്ടും കേട്ടു. ഞാൻ വിചാരിച്ച് തീരുമാനമായത്. അങ്ങനെ വിട്ടിരുന്നത്. സാധാരണ വീണ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. കാലൊടിഞ്ഞ് കഴിഞ്ഞ് വേനൂര് അങ്ങനല്ലേ. ഇത് വീണ വഴിക്ക് ആകെ കണ്ട് വേർത്ത് കുളിച്ച് പിണ്ടി പരിവായി. ആകെ സീനായി. കാല് കുത്താൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെ ആകെ ഒരു 300 മീറ്ററൊക്കെ ഉണ്ടാവുള്ള റൂമിക്ക്. ഞാൻ വേഗം കമ്പിയിലൊക്കെ പിടിച്ചിട്ട് വേഗം റൂമിലെത്തി അവിടെ ഇരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ റെഡി ആവുമെന്നൊക്കെ വിചാരിച്ചേ. അങ്ങനെ എൻ്റെ കയ്യിൽ ബാൻഡേജൊക്കെ ഉണ്ടായിരുന്നു. ബാൻഡേജൊക്കെ ചുറ്റി വെച്ചു. അവിടെ കിടന്നു. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും റൂമിലെത്തിയിട്ട് കിട്ടുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഗംഭീര വേന. ഞാൻ നോക്കുമ്പോൾ ഇത് ബാൻഡേജൊക്കെ കിട്ടിയതൊക്കെ ആദ്യം ടൈറ്റായി തുടങ്ങി. ഞാൻ അങ്ങനെ അത് ഊരിയപ്പോൾ കാലൊക്കെ ഉണ്ടായി. നീരൊക്കെ വന്ന് സീനായി എൻ്റെ കാല്. അപ്പോൾ എനിക്ക് മനസ്സിലായി സീനായിന്ന്. അങ്ങനെ ഞാൻ എഴുന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇത് റൂം ഉണ്ടായിരുന്നത്. അങ്ങനെ ലിഫ്റ്റൊന്നും ഇല്ല, കോണിയാണ്. അങ്ങനെ ആ റൂമിൽ നിന്ന് കട്ടിലുമിക്ക് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലായി സീനാ. കാല് വയ്ക്കാൻ പറ്റുന്നില്ല. ആദ്യം വേന കാല് കുത്താനേ പറ്റുന്നില്ല നിലയ്ക്ക്. അങ്ങനെക്ക് മനസ്സിലായി സീനാന്ന്. അങ്ങനെ ഞാൻ എന്താ ചെയ്യാന്നാലും വെച്ചു. അങ്ങനെ ഹോട്ടലുകാരെ വിളിക്കാനാന്ന് വെച്ചാൽ അടിയിൽ പോയി വിളിക്കാനുള്ള പറ്റുന്നില്ല. അങ്ങനെ ഞാൻ നേരെ നമ്മുടെ ഞാൻ ഈ നിൽക്കുന്ന റൂമിലത്തെ ബിജിത്ത് എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ പേര്, അവനെ വിളിച്ച് ബിജിത്തെ അങ്ങനെ സീനുണ്ട് നടക്കാനുള്ള സീനാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ഡ്യൂട്ടിയുടെ നേരം ഇവിടെ വരെ നാളെ കാലത്തേക്ക് എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ഒരു ദിവസം പിടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒരു 11 മണി വരെ പിടിച്ചു. 11 മണി ഇപ്പോൾ കിടക്കാൻ പറ്റില്ല, എടുക്കാൻ പോലും പറ്റില്ല. നിലക്കായി സീനി. അങ്ങനെ ഞാൻ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ ഒരു കോണിമ്പല്ലുണ്ട്. കോണിമ്പല്ലും കുറേ നേരം അമർത്തി പിടിച്ചപ്പോൾ അടിയിൽ നിന്ന് ഏതൊരു സെക്യൂരിറ്റി വന്നിട്ട് രാത്രി 11 മണിക്ക്. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ എന്നാ മതി അങ്ങനെ പറഞ്ഞു. ചെറിയ സീനായി അതിൻ്റെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ കേരളത്തിൽ നിന്ന് സൈക്കിൾ വന്ന കാരണം അവർ മോളിൽ കയറുമ്പോഴൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. വേറെ ആളൊന്ന് പിടിച്ചിട്ട് കയറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞു പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഡോക്ടറെ അടുത്ത് പോകണമെന്ന്. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ മാത്രമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ 2 കിലോമീറ്റർ പോയി കഴിഞ്ഞൊരു മറ്റേ എന്തെന്ന് പറയുക ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ നേരെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ട് ആളോട് വന്നപ്പോൾ ആളോട് പറഞ്ഞ ആൾ നേരെ അടിക്ക് ഇറക്കി. അടിയിൽ കുറച്ച് നേരം ഇരുത്തി. അങ്ങനെ പറഞ്ഞ വല്ല വണ്ടിയും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ വണ്ടി കിട്ടായില്ലേ. 11 മണി ആയില്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും പുറത്തേക്ക് ആക്കുന്ന പറഞ്ഞിട്ട് അയാൾ പിടിച്ചിട്ട് തന്നെ റോട്ടിലേക്ക് ആക്കി തന്നു. വല്ല വണ്ടിക്കാരൻ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിൻ്റെ ഓണർ ഇരിക്കുന്നുണ്ട് ബൈക്കും. അപ്പോൾ ഈ സെക്യൂരിറ്റി ആകുമ്പോൾ പറഞ്ഞു ഇങ്ങനെ വല്ല വണ്ടിയും കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ആൾ കൊണ്ടാക്കിയാലെന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞു ഈ നേരത്ത് കിട്ടില്ല, അപ്പോൾ ആൾ വേണമെങ്കിൽ ആക്കിയാറ സീനാന്ന് ചെയ്യുന്ന പറഞ്ഞിട്ട് ആൾ ഹോസ്പിറ്റലിലേക്ക് ആക്കിയാരാന്ന് നോക്കുമ്പോൾ തന്നെ കയറുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി സീനാന്നുള്ളത്. എന്നെ കൊണ്ട് കയറാൻ പറ്റില്ല എന്നുള്ള മനസ്സിലായി. അങ്ങനെ ആൾ വന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെച്ചറിൽ കൊണ്ടുപോകണം. ഇരുത്തിയിട്ട് കുറച്ച് ദൂരം ഉള്ളിലേക്ക്. അങ്ങനെ ഇയാൾ മറ്റേ സ്ട്രെച്ചറൊക്കെ എടുത്ത് കുറന്ന് ഇവിടുത്തെ വലിയ കയറ്റതൊക്കെ തള്ളി കയറ്റിക്ക് പാവുന്നു. ഞാൻ പറഞ്ഞ ആളോട് ചേട്ടാ പൊക്കോ അതൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾക്ക് മനസ്സിലായി എന്നെ കൂടെ നടക്കാൻ പറ്റില്ല എന്നുള്ളത് ഇറങ്ങി. പിന്നെ ബൈക്ക് മാറങ്ങാനെ കുറേ നേരം എടുക്കുക. ആൾ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആൾ കൊണ്ടുപോയി നേരെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെ കേട്ടോ നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല. ഒരു ചില്ലും ഒരു കമ്പി കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കാലിൻ്റെ സീനെന്ന് പറഞ്ഞു സാധാരണ ഡോക്ടർമാരൊന്നും കാലൊക്കെ അമർത്തി നോക്കില്ല. ഇതൊന്നും അങ്ങനെ ചേട്ടാ ഇവർ വലിയ അടുത്തേക്ക്. അങ്ങനെ അകലും നോക്കിയിട്ട് എക്സ്റേ എടുക്കാന്ന് പറഞ്ഞിട്ട് എക്സ്റേ എടുത്തിട്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുക്കാൻ വിട്ടു. അപ്പോൾ
ഒന്നാമത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ടാവും. ഇത് കയറി ചെല്ലുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആകെ ആൾക്കാർ എടുക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഇയാൾ വീണ്ടും എന്നെ മുന്തി കൊണ്ടുപോയിട്ട് എക്സ്റേ റൂമിൽ കൊണ്ടുപോയി. എക്സ്റേ റൂമിൽ കയറ്റി എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്ത് നോക്കിയ സ്ക്രാച്ച് ഒന്നും ഇല്ല കാലുമേ, ഒടിയെ പിടിക്കലൊന്നും ഇല്ല. കാല് പക്ഷേ ഗംഭീര തീരും, കാല് നിലത്തുത്താനും ഇല്ല. അങ്ങനെ അവർ വന്നിട്ട് മരുന്ന് ചെയ്യുന്നു, ഒരു ഇഞ്ചക്ഷൻ കുത്തി ഇടുപ്പിൽ. ഓ എന്ത് കുത്തല കുത്തിയെന്ന് അറിയും ഇവർ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇഞ്ചക്ഷൻ കുത്തുണ്ടെന്ന് പറയുന്നില്ല. ഇവർ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഒന്നും ഒറ്റ കുത്താ കിളിയ പോയി മനസ്സിലായ ചിന്ത പറു അങ്ങനത്തെ ടൈപ്പ് പെടപെടത്തെ. അങ്ങനെ അവിടുന്ന് നേരെ എക്സ്റേ എടുത്ത് കഴിഞ്ഞു. നേരെ ഇവർ പറഞ്ഞു മരുന്നുണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ അയാൾ പാവട്ടെ, അയാൾ ഓടി നടക്കുക. അങ്ങനെ അയാൾ പോയി മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു. ഞാൻ അയാളോട് കാശ് തരാന്നൊക്കെ പറയുമ്പോൾ ഇയാൾ പറഞ്ഞു വേണ്ട 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 വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുക. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ അത്ര കാശും വരില്ലല്ലോ, അതൊരു പിന്നെ ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞേ. അങ്ങനെ ഏറ്റവും അവസാനം എക്സ്റേ ഒക്കെ എടുത്ത് വന്നു. നോക്കി എക്സ്റേ ഒക്കെ എടുത്ത് വന്നപ്പോഴാണ് കണ്ടില്ലേ 2 എക്സ്റേ എടുത്ത് വന്നിട്ടുള്ള. കാലും എക്സ്റേ എടുത്ത് വന്നപ്പോൾ കാലുമൊന്നും കുഴപ്പമൊന്നുമില്ല, ചില്ല് ഇതൊന്നും പൊട്ടിയിട്ടൊന്നും ഇല്ല. അപ്പം സമാധാനമായി. എല്ല് പൊട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ പിന്നെ കാല് തെന്നിയാൻ്റെ നീര് വന്നിട്ടുള്ളൂ, അങ്ങനത്തെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അയാൾ അവിടെ നിന്ന് നേരെ കൊടന്നു. അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ബാൻഡേജ് വാങ്ങിച്ചിട്ട് ബാൻഡേജ് ഇട്ടാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബാൻഡേജ് വാങ്ങിച്ചു കൊടുത്തിട്ട് ചിറ്റി തരില്ലേ, ഇവർ ചിറ്റി തരുന്നൊന്നുമില്ല. അങ്ങനെ ഞങ്ങളവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുക. അങ്ങനെ പോകുന്ന ആൾക്ക് ദേഷ്യം വന്നു. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടിയും ചെക്കനും കൂടി 2 ആളും കൂടി വിഷം കഴിച്ച് വന്നു കൊടുക്കുക ചെറുത്. അങ്ങനെ ഇവരുടെ ഒരു 10-30 ആൾക്കാരും കൂടി ഹോസ്പിറ്റലിൽ ഫുള്ളായി ഒറ്റയടിക്കുക. അപ്പോൾ ഇവർ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, ഞങ്ങളോട് വന്നിരിക്കല്ലേ. അങ്ങനെ അയാൾക്ക് ഏറ്റവും സന്ദേശം വന്നിട്ട് എത്ര നേരം ഇതൊന്ന് കെട്ടി തരാം അല്ലാതെ ഞങ്ങൾക്ക് കെട്ടാറിയാന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ ഡയലോഗ് ഓടിച്ചപ്പോൾ അവർ വന്നിട്ട് വേറൊരു ആൾ വന്നിട്ട് സെക്യൂരിറ്റി കാരണം ആരാണ്ട് തോന്നിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർ നേഴ്സുമാരൊന്നുമല്ല, വേറെ ആരാണ്ട് വന്നിട്ടുണ്ട് കാൽമ കിട്ടിയെന്നു. അങ്ങനെ റൂമിൽ പോയി. അങ്ങനെ അയാളവിടെ എത്തി. അപ്പോൾ അയാൾക്കുള്ള കാശൊക്കെ കൊടുത്തിട്ട് ഞാൻ റൂമിൽ കയറിയാൻ പോണ നേരത്ത് സെക്യൂരിറ്റിക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് എന്നെ കാത്തിട്ടുണ്ടേ. അങ്ങനെ എന്നെ മുകളിലേക്ക് കയറ്റി വന്നു. അങ്ങനെ രാത്രി ഭക്ഷണമൊക്കെ അതുവരെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭക്ഷണം എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ പോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തന്നു, സെറ്റാക്കി തന്നു. അങ്ങനെ റൂമിൽ കിടന്നു. കാലത്ത് വരെ ഉറങ്ങിയിട്ടില്ല, പെട്ടുണ്ട് ഞാൻ. ദേഷ്യം വന്നിട്ട് കാല് പൊക്കി വയ്ക്കാൻ പറഞ്ഞു. കാല് പൊക്കി വെച്ചിട്ട് എനിക്ക് ഉറങ്ങാനും പറ്റില്ല, ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഒരു പറഞ്ഞു രാത്രി 1 മണിക്കൂറൊക്കെ കിട്ടിയിട്ട് രാത്രി ആകുമ്പോഴേക്കും അയച്ചിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് പോയിട്ട് അയച്ചിട്ട് കൂട്ടാം. അയച്ചിട്ടപ്പോൾ ഗംഭീര പിന്നെ പറയും വേണ്ട. കാല് ജസ്റ്റ് ഇങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാനും പറ്റില്ല, ഒന്നിനും പറ്റണില്ല. മൂത്രം വയ്ക്കാൻ കൂടിയിട്ട് പാത്രം പോകാനും പറ്റില്ലേ, പെട്ടുന്നായി സീന അവസ്ഥയായിരുന്നുണ്ടേ. അങ്ങനെ കിടന്ന് നേരം വിളിപ്പിച്ചു. രാവിലെ ആകുമ്പോൾ മറ്റോ കാലത്ത് 9 മണിയൊക്കെ ആകുമ്പോഴേക്കും അവരെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വിജിത്തും അവരുടെ ഡ്രൈവറും അവരെ കൂടി വന്നു. അങ്ങനെ നേരെ വന്നു സൈക്കിളൊക്കെ എടുത്തിട്ട് കയറ്റി. സൈക്കിളിൻ്റെ ആദ്യം ബാഗൊക്കെ എടുത്തിട്ട് ഡിക്കിയിൽ കയറ്റിയാണ്. സൈക്കിളിൻ്റെ ടയറൊക്കെ ഒരു ഡിക്കിയിൽ കെട്ടി മറ്റേ ബാഗ് കെട്ടുന്ന സാധനമൊക്കെ എടുത്തിട്ട് സൈക്കിളും മൊത്തം കെട്ടി സെറ്റാക്കി നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ പോന്നിട്ട് അവർ പിന്നെ വേറെ ഒന്നും പറഞ്ഞില്ല. അവർ പിന്നെ സ്ക്രാച്ച് ഒന്നും ഇല്ല, ഇത് കെട്ടിയിട്ടുണ്ട് സ്ഥിതിന്നാൽ മതി, പിന്നെ വരാനൊന്നും പറഞ്ഞില്ല. മനസ്സിലായി, അവരൊന്നും പറയുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞില്ല ഒരു പെൺകുട്ടി ചെക്കന് വിഷം കഴിച്ച് വന്ന കാരണം ഫുള്ള് നാട്ടുകാരും ഒക്കെ കൂടി വന്നിട്ട് അവിടെ ആ കച്ചപ്പാടും വെള്ളാടുന്നു. അപ്പോൾ പിന്നെ അവർ നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കുമ്പോൾ ഒന്നും പറയണില്ല. പിന്നെ പറഞ്ഞാൽ എൻ്റെ അടുത്തല്ല പറഞ്ഞിരുന്നത്, മറ്റാളാ ചോദിച്ചിരുന്നത്. മറ്റാളോട് ഒന്നും പറയില്ല, നാളെ ചോദിച്ചിട്ടു 2 ദിവസം കഴിഞ്ഞിട്ട് ആയോ എന്ന് പറഞ്ഞത്. അങ്ങനെ 2 ദിവസം ഇവിടെ ഇരുന്നു. നേരെ അവിടെ നിന്ന് നേരെ വന്ന് ഈ ഫ്ലൈറ്റിൽ കേട്ടോ വന്നേ. ഇവിടെ വന്നിരുന്നു 2 ദിവസം നിന്നു. അങ്ങനെ 2 ദിവസം ഫുള്ള് റെസ്റ്റാണ് ഇവിടെ കിടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ സാറുണ്ട്, ഇവരുടെ വേറെ സാറുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തായിട്ടുള്ള തന്നെയാണ്. അങ്ങനെ ആള് വന്നു. അപ്പോൾ ആള് വന്നിട്ട് ഇത് ഇവരുടെ മെയിൻ സാറാട്ടാ. ആള് വന്നിട്ട് നേരെ ഇതൊന്നും കെട്ടണ്ട, അത് കൂരിയിട്ട് രാവിലെ മാത്രം കെട്ടിയാൽ മതി, രാത്രി ഒന്നും കെട്ടണ്ട പറഞ്ഞിട്ട് കൂരി. അങ്ങനെ ആള് ഉപ്പിൻ്റെ കിഴിയൊക്കെ പിടിച്ച് സെറ്റാക്കി തന്നു. ഉപ്പിൻ്റെ കിഴി കെട്ടിയിട്ട് ചൂടാക്കിയിട്ട് അത് പിടിക്കും. എന്നിട്ട് ആ കിഴി കൊണ്ട് തന്നെ രാത്രി വെച്ചിട്ട് കെട്ടുക, എന്നിട്ട് കിടന്നുറങ്ങുക. കെട്ടുക പറഞ്ഞാൽ ടൈറ്റിൽ വെറുതെ ലൈറ്റായിട്ട് കെട്ടുക. അങ്ങനെ 2 ദിവസം കെട്ടിയപ്പോഴും കാലുമ്പോൾ നീര് മൊത്താ പോയി. അപ്പം ഞാൻ ഒരു സമാധാനമായി, രക്ഷപ്പെട്ടുന്ന്. പക്ഷേ വേദന പോണില്ല. അങ്ങനെ എന്ത് ചെയ്തിട്ട് വേദന പോണില്ല. അങ്ങനെ ഒരു 5 ദിവസം ഇങ്ങനെ നോക്കി 5 ദിവസം നീര് ഫുള്ളോ ഒരു തരി നീര് പോലില്ല. പക്ഷെ കാലുകൾ തൂത്താവിനില്ല, നിലക്കായി. അങ്ങനെ വീണ്ടും ടെൻഷനായി തുടങ്ങി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. കൈയൊക്കെ പിന്നെയും കുഴപ്പമില്ലേ, എങ്ങനെയെങ്കിലും ഇതാക്കാതെ കാല് സൈക്കിൾ മേറെ എന്തായാലും പെട്ടു. ആ അവസ്ഥയായി, ഞാൻ മാനസികമായിട്ട് തളർന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവരഞ്ച് കഴിഞ്ഞാൽ കാലത്ത് ജോലിക്ക് പോവും, പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും, പിന്നെ വീണ്ടും പോവും, പിന്നെ 5 മണി 6 മണിയാകുമ്പോൾ വരിക. ഞാനിവിടെ ഒറ്റയ്ക്ക് റൂമിൻ്റെ ഉള്ളിൽ കട്ട പോസ്റ്റ്. എത്ര നേരം അതെന്ന് പറഞ്ഞാൽ നടക്കാനും പറ്റില്ലല്ലോ, അതാണ് ഏറ്റവും സീന്. നടക്കാനും പറ്റില്ല, ഇതിൻ്റെ ഉള്ളിലിരിക്കും. ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. 5 ദിവസമൊക്കെ പിന്നെയും കുഴപ്പമില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ദേഷ്യം വന്ന് തുടങ്ങി. അങ്ങനെ ഏറ്റവും സാധനം ഞാൻ പറഞ്ഞു
ഡോക്ടറെ കാണിക്കണം സീനാവെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ എൻ്റെ കസിൻസ് ഇവരൊക്കെ ഉണ്ട്. ഇവർ പറഞ്ഞു ലിഗ്മെൻറ്റിനൊക്കെ പ്രശ്നം വന്നാലും ഇങ്ങനെ ആവുക, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ടൊക്കെ പോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു ടെൻഷനായി. പറയണവരൊക്കെ ലിഗ്മെൻറ്റ് കേസ് പറയണേ. അങ്ങനെ നേരെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്നാലേ പറ്റുള്ളൂ. ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒക്കെ എൻ്റെ ഒപ്പം ഉള്ളവനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജറെ മറ്റാളാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കീഴിലാണ്. എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നടക്കില്ല. ഒരാൾ വരണം അങ്ങനെയാണ്, ഒരാൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഈ ഇത് പറഞ്ഞതിന് ഇവിടുക്കാൻ ഗംഭീര പണിയാണ്. അവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്, മീറ്റിങ് കാര്യങ്ങൾ അതൊക്കെ ആയിട്ട്. അങ്ങനെ ഇവൻ വേറെ ഏതോ ഒരാളൊക്കെ അവരുടെ ഓഫീസിലുള്ള വേറെ ആളെ വിട്ടിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ ആദ്യം ഹോസ്പിറ്റലിൽ പോയി അവിടെ ബുക്കിംഗ് ഇല്ല, വൈകുന്നേരത്തേക്ക് ആവുള്ളൂ. ഞാൻ പറഞ്ഞു വൈകുന്നേരം വരെ കാത്തുക്കൾ നടക്കില്ല. അങ്ങനെ ഇവിടെ വേറെ ഏതൊരു ഹോസ്പിറ്റൽ ഉണ്ട്. എന്നിട്ട് ഇതാ ഈ കാണുന്ന ഹോസ്പിറ്റലിൽ ഉണ്ടോ. ഇവിടെയൊക്കെ പോയി. ഇവിടെ പോയിപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടാലും പിടിച്ചാൽ കാശ് ഭയങ്കര കൂടുതലാട്ടാ. ഇയാൾ എക്സ്റേ എടുക്കണം. ഞാൻ എക്സ്റേ ഇങ്ങനെ പിടിച്ചിട്ട് പോയി ഇത് വന്നെടുത്ത്. ഞാൻ അയാളോട് പറഞ്ഞു എക്സ്റേ ഒന്നും എടുക്കണ്ട, ഞാൻ അങ്ങനെ വരണതാണ്, എൻ്റെ കൂടുതൽ കാശൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ആൾ പറഞ്ഞു ഡോക്ടറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പറഞ്ഞു എന്നോട് ഇവിടെ കാണിക്കേണ്ടെന്ന്. ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സീന പറഞ്ഞു. ഇവിടെ വെറുതെ ഒരു നല്ലൊരു പനി വന്നു കഴിഞ്ഞാൽ വരെ ഇവർ അതും ബില്ലെന്ന് പറഞ്ഞിട്ട് തന്നെ 10,000 രൂപ അടുത്താക്കിയിരുന്നു. അങ്ങനെയാണ് മര്യാദയ്ക്ക് നോക്കൂലേ, വെറുതെ കുറേ അതും ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഞാനത് പെട്ടിട്ടിരിക്കണേ, കുറേ കാശ് കഴിഞ്ഞ് വിടൂലേ. അപ്പോൾ പിന്നെ അടുത്ത പണി വേറൊരു പരിപാടി നടക്കില്ല. അങ്ങനെ ഞാൻ അയാളോട് കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒപ്പം വന്ന ആളിനെ പറഞ്ഞു ഇത് ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് കുറച്ച് നല്ലതായിട്ടുള്ള ഡോക്ടറാണെന്നുണ്ടാകും എന്ന് പറഞ്ഞാൽ സ്പോർട്സിൻ്റെ പരമായിട്ടുള്ള ആളും മറ്റേ സ്പോർട്സ് പരമായിട്ടും കുറച്ച് ഹെൽത്തി അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ്. സാധാ പോലത്തെ അങ്ങനെ വയസ്സായി ഒടിഞ്ഞ് അങ്ങനെ ഒരു മന്നപ്പ് പോലത്തെ ആൾക്കാരല്ല, കാണുമ്പോൾ തന്നെ ഒരു ഇതാണ്. ഞാൻ പോയി ഇയാളെ കണ്ടപ്പോൾ ഇയാൾ ശരിക്കും വലിയൊരു ജിമ്മൊക്കെ ആയിട്ടുള്ള ഇടാവുന്ന അറിയില്ല. ജാതി ഹൈറ്റും ജാതി ഇതൊക്കെ ആയിട്ട് സ്പോർട്സിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കണം. അങ്ങനെ ആളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സൈക്കിളിൻ്റെ കാരനാണ്, ഇങ്ങനെ വേറെ എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ആൾ നോക്കിയിട്ട് ഇയാളെന്ന് വെച്ചാൽ കറക്റ്റ് കാലെടുത്തിട്ട് നേരെ അയാളെ മടി കയറ്റിച്ച് വന്നിട്ട് അയാൾ കറക്റ്റ് അല്ല ഭാഗത്ത് അമർത്തി വയ്ക്കി. അങ്ങനെ ആൾ പറഞ്ഞു ലിഗ്മെൻറ്റ് പൊട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ ലിഗ്മെൻറ്റിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ആയതിൻ്റെ ഇത് വെച്ചിട്ട് നടന്നു കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ സീനാവെന്ന് പറഞ്ഞു. അത് പറഞ്ഞു പൊട്ടിയിട്ടില്ല, പൊട്ടി കഴിഞ്ഞാൽ സീനാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ കാൽമുലൊക്കെ എല്ലാ ഭാഗത്ത് അമർത്തി വയ്ക്കി എവിടെ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആളോട് ചോദിച്ചു എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഒരു 15 ദിവസം റെസ്റ്റ് എടുക്കാൻ പറ്റും, ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു എന്നോട് ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കാം ഇപ്പോൾ ഇവിടെ പറ്റും, വലിയ കുഴപ്പമില്ല. അവനോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങനെ പറഞ്ഞു എൻ്റെ നാട്ടിലത്തെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞു. അവനോട് പറഞ്ഞില്ല ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 15 ദിവസം റെസ്റ്റ് എടുക്കുക, അപ്പോൾ റെഡി ആവും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്ത് ചെയ്യണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു ആൾ പറഞ്ഞു ബാൻഡേജ് ചിറ്റണ്ടെന്ന് പറഞ്ഞു. ബാൻഡേജ് ചിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ ലൂസാവും, പിന്നെ ടൈറ്റ് കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു സോക്സ് പോലത്തെ ഉണ്ട്, ആങ്കിൾ പറഞ്ഞ ടൈപ്പ് സോക്സ് പോലത്തെ ഉണ്ട്. ആ സാധനം ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു ഒരു 10 ദിവസത്തിന്, അല്ല 15 ദിവസത്തേക്ക് മരുന്ന് തന്നു. അങ്ങനെ ആൾ പറഞ്ഞു മറ്റേ കാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊക്കില്ലേ, അങ്ങനെ പൊക്കിയിട്ട് 10 സെക്കൻഡ് പിടിക്കുക. അങ്ങനെ ഒരു 5 സെറ്റ് വെച്ചിട്ട് കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം ചെയ്യുക. പിന്നെ കാല് എപ്പോഴും ഇരിക്കുമ്പോൾ മുകളിലേക്ക് കയറ്റിക്കുക. വേറെ എവിടെയെങ്കിലും പോയിരിക്കാൻ കാല് മുകളിലേക്ക് കയറ്റിക്കുക, കെടുക്കുമ്പോൾ മുകളിലേക്ക് കയറ്റിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ആൾ പറഞ്ഞു നിരപ്പായ സ്ഥലത്ത് കൂടെ നടക്കാൻ പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ ഒരു റൂമിൽ എന്നെ പരിപാടി. ഇവിടുന്ന് വിളിക്കും, അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ആളാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കും. ആദ്യമൊന്നും TV കാണില്ലേ ഇല്ല. അങ്ങനെ അവിടെ പോയിരിക്കും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ നിന്ന് എക്സസൈസ് ചെയ്യുക, കെടുക്കുക. തന്നെ പ്രാന്ത് പിടിക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇത്ര കാലമായിട്ട് ഇപ്പോൾ ഇതിനിറങ്ങിയതിന് ശേഷം ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാറുമ്പോൾ സമ്മതിച്ചു പറഞ്ഞോണ്ട് ഈ ജയിലിലുള്ളവരൊക്കെ കാര്യം എന്താ അവസ്ഥയാ. ഒരു റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കലൊക്കെ എടുക്കുക ഫുൾ ടൈം മതിയായിണ്ട്. എന്താ അവസ്ഥ എന്ന് പറയാ. അയ്യോ. അങ്ങനെ പിന്നെ മെല്ലെ നടന്നു തുടങ്ങി. പിന്നെ ഇവിടെ പിന്നെ നടക്കാവൊന്നുമില്ല. അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ മെല്ലെ മുകളിലേക്ക് കയറി തുടങ്ങി. കോണിമ കയറില്ല. അതെന്ന് പറഞ്ഞാൽ ആൾ പറഞ്ഞു സ്റ്റെപ്പ് കയറേണ്ട കുഴപ്പമില്ല, പ്ലെയിൻ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കൂടെ നടന്നാൽ അതിങ്ങനെ പൊന്തിയും കയറിയിട്ടുള്ള അവിടെ നടക്കണതാണ്. അങ്ങനെ ലിഫ്റ്റിൽ കയറിയിട്ട് മെല്ലെ മുകളിൽ പ്ലെയിൻ ആയിട്ട് കിടക്കണതാണ്. അങ്ങനെ അവിടെ പോയിട്ട് നടക്കലായി. അങ്ങനെ നടക്കുമ്പോൾ ഞൊണ്ണിച്ച് കയറിണ്ട്. അങ്ങനെ പറയണ്ട. അങ്ങനെ ഇപ്പോൾ ഒരു 10-25 ദിവസത്തിൻ്റെ മുകളിലായി ഇപ്പോൾ. അങ്ങനെ ഇപ്പോഴും വേനുണ്ട്. അങ്ങനെ ഞാൻ ഇന്നലെ പോയിട്ടൊന്ന് സൈക്കിളും ചവിട്ടി നോക്കി. സൈക്കിൾ ചവിട്ടുമ്പോൾ സൈക്കിൾ ചവിട്ടാം, പക്ഷെ നിന്ന് ചവിട്ടാൻ പറ്റില്ല. ഞാനിവിടെ നിന്നിട്ട് ഇനിയിപ്പോൾ എന്തോരം നാളെന്നൊക്കെ നിൽക്കുക. അങ്ങനെ ഇന്നലെ കാലത്തും വൈകുന്നേരം ഒന്ന് റൗണ്ട് എടുത്ത് ചവിട്ടി നോക്കി. ചവിട്ടുമ്പോൾ വലിയ കുഴപ്പമില്ല. ലോഡ് കാല് ഇങ്ങോട്ട് ചെറുതായിട്ടൊന്നും ആയി കഴിഞ്ഞാൽ അപ്പോൾ വേന വരുന്നുണ്ട്. പക്ഷെ നേരെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച ആയില്ല, ഞാൻ നാളെ മറ്റന്നാൾ തിങ്കളാഴ്ച എങ്ങനെ ആയിട്ട് ഇവിടുന്ന് വല്ല ഇറങ്ങാൻ വിചാരിച്ചിട്ടാണ്. എന്താവും മെയിനാവുന്നൊന്നും അറിയില്ല. കാണിച്ചാൽ നാളെ നിന്ന റൂം സുഖാട്ടാ. AC എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ കാര്യങ്ങളും സെറ്റാക്കി എന്നുള്ള കാരണം കുഴപ്പമില്ല. ഈ ഒറ്റ റൂമിലേക്ക് എടുക്കാറുണ്ട്. ഹായ്ക്ക് എൻ്റെ മക്കളെ അനുഭവിച്ചുള്ളതിന് കണക്കില്ല. നല്ല പടപ്പം ഫ്ലാറ്റൊക്കെ ഉണ്ടല്ലേ.
ലൈറ്റ് അവിടെ കണ്ടോ, അടുക്കള നല്ല പരിപാടി ഉണ്ട്. ഇതാ അവൻ്റെ റൂം. ഇവിടെ ടി വി ഇരുന്ന് കാണുമ്പോൾ നടക്കുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ചവിട്ടിയിട്ട് പൊക്കുമ്പോൾ ചെറിയൊരു വേന വരുന്നുണ്ട് ഈ റൈറ്റിൽ. പക്ഷേ സ്പീഡിൽ നടക്കാൻ പറ്റില്ല, എന്നാലും നടക്കാം. പക്ഷെ ചില നേരത്ത് വൈകുന്നേരമൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നടന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ വേന ഉണ്ടാവില്ല, പിന്നെ പിറ്റേ ദിവസം എനിക്ക് വേന വരും. അങ്ങനെയൊക്കെയാണ് പ്രശ്നം. എനിക്കിത് ഇവിടുത്തെ ബാൽക്കണി ഇവിടെ കുറേ നേരം കണ്ടു. ഈ കസേര ഞാൻ ഇവിടെ ഇട്ടിരിക്കില്ല പണി. ഇവിടെ ഒന്നുമില്ല, ആകെ കുറേ ഫ്ലാറ്റുകളുണ്ട് കണ്ടില്ലേ. ആ കാണുന്നതാണ് എയർപോർട്ട്. അവിടെ വേറെ ഒരു പരിപാടി ഇല്ല. പ്രാന്തിൻ്റെ ജാങ്കളീന്ന് അറിയില്ലേ, എന്താ അവസ്ഥയല്ലേ. ഈ മറ്റേ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ സമ്മതിക്കണം ശരിക്ക്. എന്തോരെന്ന് വെച്ചിട്ട് ബെഡ് റെസ്റ്റ് നമുക്ക് കെടുക്കുകയല്ലേ, കെടുക്കന്നെ കെടുക്കുക. അയ്യോ ഒന്നും പറയണ മക്കളെ, ഇങ്ങനെയാണ് അവസ്ഥ. അങ്ങനെ ഒരു മാസം വരെ, ഒരു മാസമില്ല 10-25 ദിവസം ആയിരുന്നുണ്ട്, 25 ദിവസത്തിന് ഉള്ളിലായിരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതാ ഈ സാധനം അടിക്കുക. ഇതാണ് മെയിൻ സാധനം, ഓൾണി. ഇതന്നെ ഫുൾ ടൈം. അങ്ങനെയാണ് പരിപാടി മക്കളെ, ഒന്നും പറയണ്ട. ഓളിനടിച്ച് ഇത് കഴിഞ്ഞത് ഇപ്പം രണ്ടാമത്തെയാ. ഇതും കഴിയാറായി. ഡെയിലി ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ വെച്ചിട്ട് പടയ്ക്കുക. ഫുള്ള് കാൽമടിയും ചുട്ടൂറില്ല. അപ്പോൾ അതിനേരം സഹിച്ചു പിടിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ വീണ്ടും 2 ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് പരിപാടി. ഇനി ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ ഇനി കാലി മടങ്ങത്തിരി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നേരം വീഴും. കുറേ നാളൊരു വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്നിട്ട്. ഞാൻ ഇപ്പോൾ എന്തിട്ട് പറയുക, ഒന്നാമത് വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലും അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ശരി മക്കളെ, 2 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വെച്ചാൽ ബാക്കി വിവരങ്ങൾ ഞാൻ പറയാം. അപ്പം ശരി.